എന്തുകൊണ്ടാണ് ഈ മഴ വയനാട്ടിലും അതുപോലെ തന്നെ നമ്മുടെ മലയോര മേഖലകളിലും ഇത്ര പ്രശ്നമായി തീരുന്നത് എന്ന് നോക്കുമ്പോൾ വയനാട്ടിലെ മണ്ണിൻ്റെ ഒരു ഘടനയാണ് അതിന് കാര്യമായിട്ട് ഈ മഴയെ താങ്ങാനാവാത്ത തരത്തിൽ വലിയ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വയനാട്ടിലെ മണ്ണ് വെള്ളം കുടിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളവുമായിട്ട് അലിഞ്ഞു ചേർന്ന് പാറയുടെ മുകളിൽ നിന്ന് താഴോട്ട് ഉതിർന്നു വീഴുന്ന തരത്തിലുള്ളൊരു മണ്ണാണ്. സോയിൽ സാച്ചുറേഷൻ എന്നാണ് ആ ഒരു പ്രതിഭാസം പറയപ്പെടുന്നത്. ഈ രീതിയിൽ വളരെ പെട്ടെന്ന് ചെറിയ ഒരു സമയത്തേക്ക് തന്നെ ഒരു പ്രദേശത്ത് മഴ പെയ്താൽ വലിയ തരത്തിലുള്ള മണ്ണിടിച്ചിലിന് അത് കാരണമായി തീരുന്നുണ്ട്. നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങളിലൊക്കെ ആ രീതിയിൽ തന്നെയാണ് അത് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് 2 ദിവസത്തെ തുടർ മഴയെ തന്നെ ജാഗ്രതയോടുകൂടി കാണണമെന്നുള്ളതാണ് ഇത് സംബന്ധമായ സയൻറ്റിസ്റ്റുകൾ നൽകുന്ന ഒരു മുന്നറിയിപ്പ്. സാധാരണ ഗതിയിൽ ഒരു 100 മില്ലി മഴ ആണെങ്കിൽ പോലും നമ്മുടെ ഈ സമതലങ്ങളിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പോകുമ്പോഴും ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായതും മണ്ണിടിച്ചിൽ ഇപ്പോൾ സംഭവിച്ചതുമായ പ്രദേശങ്ങളിലെല്ലാം ആ ഒരു 100 മില്ലി മഴ 2 ദിവസം തുടർച്ചയായി ലഭിച്ചാൽ പോലും വലിയ തരത്തിലുള്ള അപകടമായി അത് മാറിയേക്കാം. അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ മുമ്പിലുള്ള മുൻകാലങ്ങൾ തൊട്ടടുത്ത കാലങ്ങളിൽ നടന്ന ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പുത്തുമല ദുരന്തമാണ്. അത് അന്ന് പുത്തുമലയിൽ 2019 നടന്ന പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒരു ദിവസം 300 മില്ലി മഴയാണ് അവിടെ ലഭിച്ചിരുന്നത്. അതേ മഴ തന്നെ തുടർന്നു പോവുകയും പിറ്റേ ദിവസം അത് 270 മില്ലി മഴ ലഭിക്കുകയും ചെയ്തു. അവിടെ 2 ദിവസം കൊണ്ട് 570 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. യഥാർത്ഥത്തിൽ ആ പ്രദേശത്ത് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാവുകയും വലിയ തോതിലുള്ള മണ്ണിടിച്ചിലാവുകയും നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് വയനാട്ടിൽ ഈ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അതിതീവ്രമായ മഴയാണ്. പിന്നെ നമ്മുടെ തൊട്ട് മുമ്പ് കടന്നുപോയ 2024 ജൂലൈയിൽ നടന്നിട്ടുള്ള മുണ്ടക്കൈ ദുരന്തം, നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടാനിടയായ ആ ഒരു ദുരന്തം, അന്ന് അവിടെ 204.5 മില്ലിമീറ്റർ മഴ ഒരേ സമയം ഈ വെള്ളരിമലയുടെ ഒരു ഭാഗത്തേക്ക്, ഒരു ചെരുവിലേക്ക് ഒരേ സമയം അത്രയും മഴ പെയ്തതാണ് അവിടെ ആ ദുരന്തത്തിനന്ന് കാരണമായത്. പിറ്റേ ദിവസവും അതേ മഴ തന്നെ അവിടെ തുടരുകയായിരുന്നു. 48 മണിക്കൂറിന് ഇടെ 572 മില്ലിമീറ്റർ മഴയായിട്ട് അവിടെ തുടർച്ചയായി പെയ്തപ്പോൾ അത് വലിയ ഒരു മഹാദുരന്തത്തിലേക്ക് മാറിയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ 572 മില്ലി എന്നത് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന അതിതീവ്ര മഴയായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഇപ്പോഴത്തെ ഈ ദുരന്തത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ഉണ്ടായിരിക്കുന്നത് 2026 ജൂലൈ 7 കള്ളാടിയിലെ ഈ മണ്ണിടിച്ചിൽ നടന്ന പ്രദേശത്ത് ഒരേ സമയം പൊതുവിൽ മഴ കുറവായിരുന്നിട്ട് പോലും ഒരേ സമയം 24 മണിക്കൂറിനിടെ 265 മില്ലിമീറ്റർ മഴ അവിടെ പെയ്തു എന്നുള്ളതാണ് ആ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരേ സമയം പെയ്യുന്ന അതിശക്തമായ അതിതീവ്രമായ മഴ വലിയ തരത്തിലുള്ള ദുരന്തങ്ങളിലേക്കും അപകടങ്ങളിലേക്കും വഴിവെക്കുന്നു എന്നതുകൊണ്ട് തന്നെ ചെറിയ മഴയെ പോലും അതിജാഗ്രതയോടുകൂടി ഇത്തരം പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ കാണണമെന്നുള്ളതാണ് ഇത് സംബന്ധമായി നൽകാനുള്ള ഒരു നിർദ്ദേശം. അതോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളുടെ തൊട്ടടുത്തുള്ള പ്രദേശമാണ് ഇപ്പോഴും ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഉരുൾപൊട്ടിയ സമയങ്ങളിലും ഇത്തരം പ്രദേശങ്ങളിലൊക്കെ ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിലുകൾ ഉണ്ടായിരുന്നു. ആ തരത്തിലുള്ളൊരു ജാഗ്രത ഈ മഴ ശക്തിപ്പെടുന്ന സമയത്ത് മലയോര മേഖലയിലുള്ള ആളുകൾ പുലർത്തണമെന്നുള്ളതാണ് പറയാനുള്ളത്.